ഗുണകരമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള വെല്ലുവിളികൾ ഒരുപോലെ നേരിട്ടു. 126 ജില്ലകളെ ബാധിച്ചിരുന്ന മാവോയിസ്റ്റ് ഭീകരവാദം ഇന്ന് കേവലം 8 ജില്ലകളിൽ മാത്രമാണുള്ളത്. ആഭ്യന്തര സുരക്ഷ സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ജനം, ഡൽഹി. മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കടുത്ത പ്രതിഷേധം. മാവേലിക്കര സബ് ജയിലിന് പുറത്തേക്ക് രാഹുൽ എത്തിയപ്പോൾ യുവമോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. രാഹുലിന് സംരക്ഷണ കവചമൊരുക്കിയ പോലീസ് യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതച്ചു. ഒരു പ്രവർത്തകൻ കുഴഞ്ഞുവീണു. സുധീഷ് ഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. സുധീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജാമ്യം നേടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായത്. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പോലീസ് രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കുകയും പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയുമായിരുന്നു. ഒരു പ്രവർത്തകൻ കുഴഞ്ഞു വീണിട്ടും പോലീസ് യാതൊരു തരത്തിലുള്ള സഹായവും നൽകാതെ പ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് നീക്കുന്നതടക്കമുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതും. എന്താണ് അവിടെ ഉണ്ടായത്? രോഹിണി, 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പൂർണ്ണ സുരക്ഷാ കവചമൊരുക്കുന്നതായിരുന്നു മാവേലിക്കരയിലെ പോലീസിൻ്റെ നടപടി, കേരളത്തിലെ പോലീസിൻ്റെ നടപടി. ആ സുരക്ഷയുടെ ഭാഗമായി ആദ്യം മാധ്യമപ്രവർത്തകരെ അടക്കം ജയിലിന് മുമ്പിൽ നിന്നും മാറ്റാനുള്ള ശ്രമം നടന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ആ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെയാണ് വലിയ രീതിയിലുള്ള മർദ്ദനമുണ്ടായത്. അതിനിടയിലാണ് പോലീസിൻ്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് യുവമോർച്ച പ്രവർത്തകൻ കുഴഞ്ഞു വീഴുന്നത്. ഏത് രീതിയിലായിരുന്നു പോലീസിന്റെ ഒരു സമീപനമെന്ന് ആ പരിക്ക് പറ്റിയ യുവമോർച്ച പ്രവർത്തനോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഈ പരിക്ക് പറ്റുന്നത്? നമ്മൾ പുറത്ത് നിന്ന് ഇത് പ്രതിഷേധിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഇതുമില്ലാതെ ഒരു നയമില്ലാതെയാണ് പോലീസുകാർ വന്ന് ലാത്തി കൊണ്ട് അടിക്കുകയും എന്നെ പിടിച്ച് തള്ളി എൻ്റെ തലയിൽ നിന്ന് ബദാമലടിച്ച് ഞാൻ അവിടെ തന്നെ അപ്പം തന്നെ കുഴഞ്ഞു വീഴുമായിരുന്നു. പിന്നെ കണ്ണു തുറന്നപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയത് കണ്ടത്. അപ്പോൾ കൈക്കാണെങ്കിൽ നല്ല വേദന ഉണ്ട്, കൈ അനക്കാൻ വയ്യ. ഭാഗത്തുനിന്ന് മറ്റു വല്ല പ്രകോപനം? ഞങ്ങൾ ഇത് മാത്രം കാണിച്ചു മാന്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ നടത്തിയത്. നമ്മുടെയൊക്കെ പോലീസുകാർ വന്ന് പറഞ്ഞായിരുന്നു കോടതിക്കകത്ത് പ്രതിഷേധിക്കരുത്, കോടതിക്ക് പുറത്ത് നിന്ന് ഇത് ചെയ്താൽ പറഞ്ഞു, പ്രതിഷേധിച്ചോളം പറഞ്ഞു. നമ്മൾ കോടതിയുടെ വെളിയിൽ നിന്ന് റോഡിൽ നിന്നാണ് നമ്മൾ ഇത് ചെയ്ത് പ്രതിഷേധിച്ചത്. അന്നേരമാണ് ഇത് ഈ കുഴഞ്ഞു വീണ് കഴിഞ്ഞുള്ള പോലീസിന്റെ സമീപനം എങ്ങനെയായിരുന്നു? ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി യാതൊരു സഹായം പോലീസിന്റെ ഭാഗത്തു നിന്നില്ലായിരുന്നു. പോലീസുകാർ എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റണം എന്നുള്ളൊരു സമീപനം മാത്രമായിരുന്നു. അതായത് ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി പോലീസ് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന, അതായത് ഈ സുജിത്ത് എന്ന് പറയുന്ന മണ്ഡലം പ്രസിഡന്റിനെ കൊണ്ടുവന്ന വണ്ടിയുടെ പല ഭാഗത്തായിട്ട് പോലീസ് പല തവണ ഹോൺ അടിച്ച് സൈറൻ ഇട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നിടം എല്ലാം ബ്ലോക്ക് ചെയ്താണ് നമ്മളെ എങ്ങനെയോ ഞങ്ങൾ ഇവിടെ എത്തിയത് കൊണ്ട് പുള്ളിക്കാരനെ ഇപ്പം ഡോക്ടറെ കാണിക്കാൻ പറ്റി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റേഷനകത്ത് അറസ്റ്റായി ഇതാവേണ്ട അവസ്ഥയാണ്. അതായത് പോലീസിൻ്റെ ഭയങ്കര മൃഗീയമായിട്ടുള്ളൊരു നരനായാട്ട് എന്ന് തന്നെ വേണം പറയാൻ. ഒരു ദയാദാക്ഷിണ്യം തീരെ ഇല്ലാതെ ആണ് യുവമോർച്ച പ്രവർത്തകരെ ആണെങ്കിലും അവിടെ നിന്ന ഒരു വയസ്സായ ഒരു പുള്ളിക്കാരനെ ഒരു ദാക്ഷിണ്യം കൂടാണ് പോലീസുകാർ തല്ലിയിട്ടത്. എന്താ ഇവർ ഇപ്പോൾ ഈ സഹായിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ആള് നല്ലവനൊന്നുമല്ല, ഇതുപോലൊക്കെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു പുള്ളിയാണ്. അയാളെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര ആൾക്കാരെയാണ് അവർ ഉപദ്രവിക്കുന്നത്? അതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുമ്പോൾ തന്നെയാണ് യുവമോർച്ച പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇപ്പം BJPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഏത് രീതിയിലായിരുന്നു ഈ ഒരു പോലീസ് സമീപനത്തെ കാണുന്നത്? പോലീസ് ഒരു മര്യാദയില്ലാതെയാണ് യുവമോർച്ച പ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ളത്. ഒരു ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്ത ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യത്തെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ പോലും കേരളത്തിലെ പോലീസ് അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ ആരെയാണ് സംരക്ഷിക്കുന്നത്? ഇവിടുത്തെ ജനങ്ങളെയാണോ? ജനങ്ങളുടെ അഭിപ്രായം, അവരുടെ ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോലും കഴിയാത്ത തരത്തിൽ യുവമോർച്ച പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ആസൂത്രിതമായിട്ടുള്ള മർദ്ദനമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയാണ് കേരളത്തിലെ പോലീസ് നിലകൊള്ളുന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. അങ്ങനെ ആകുമ്പോൾ ഈ കേസിൻ്റെ സ്ഥിതി എന്താകുമെന്ന് നമ്മൾ ആലോചിക്കണം. അതുതന്നെയാണ് ഗർഭസ്ഥ കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാനായാണ് ഈ മോർച്ച പ്രവർത്തകരെ അടക്കം ക്രൂരമായി മർദ്ദിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ പ്രതിഷേധിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം, അതിന് പോലും തടസ്സം നിന്നുകൊണ്ട്, ഇല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ പോലും തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു മാവേലിക്കരയിൽ പോലീസിൻ്റെ ഇടപെടൽ എന്നത് നമുക്ക് എടുത്തു പറയേണ്ടി വരും. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ പരാമർശങ്ങളുമായി ഹൈക്കോടതി. ബലം പ്രയോഗിച്ചതും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതും അടക്കം പ്രഥമ വിവരമൊഴിയിലുള്ള കാര്യങ്ങൾ ഗൗരവതരമെന്ന് കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു. ഗർഭഛിദ്രത്തിന് അതിജീവിതയ്ക്ക് താൽപ്പര്യമില്ലാതിരുന്നിട്ട്